السلام عليكم ورحمة الله وبركاته. رمضان സന്ദേശം 7. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يرشدون. صدق الله مولانا العظيم. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഴിഞ്ഞ ഭാഗങ്ങളിലൂടെയായി നാം കേട്ടുകഴിഞ്ഞത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞ ആയത്തിന്റെ വിശദീകരണങ്ങളാണ് കഴിഞ്ഞ 6 ഭാഗങ്ങളിൽ കേട്ടത്. റമദാൻ സന്ദേശം നമ്പർ 7 ഇന്ന് ഞാൻ കേൾപ്പിക്കുന്നത് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയുടെ ആയത്താണ്. وَإِذَا سَأَلَكَ عِبَادِي, നബിയെ, എന്റെ അടിമകൾ തങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ, അന്നി, എന്നെക്കുറിച്ച് ചോദിച്ചാൽ, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളിൽ നിന്ന് എത്ര അകലെയാണ്, ആ റബ്ബ് ഞങ്ങളിൽ നിന്നൊരുപാട് അകലെയാണോ, സാധാരണക്കാർക്ക് ആ റബ്ബിനെ പ്രാപിക്കുക പ്രയാസമാണോ, എങ്ങനെയാണ് ഞങ്ങൾ ആ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്? ഒരഅറാബി വന്നുകൊണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയുണ്ടായി, അഖരീബുൻ റബ്ബുനാ ഫനുനാജീഹ് അം ബഈദുൻ ഫനുനാദീഹ്. ഹബീബിനോട് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലയോ നബിയേ, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടോ? എങ്കിൽ ഫനുനാജിഹി, ഞങ്ങളെ സങ്കടങ്ങള് അവനോട് സ്വകാര്യമായി പറഞ്ഞാൽ മതി. അം ബഈദ്, അതോ ഞങ്ങളിൽ നിന്നൊരുപാട് അകലെയാണോ റബ്ബുള്ളത്? അങ്ങനെയാണെങ്കിൽ ഫനുനാദിഹി, ഞങ്ങൾ ആർത്തു വിളിച്ച് പറയേണ്ടി വരും അവൻ ഞങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ. എന്താണ് നിജസ്ഥിതി? അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഇതിന് മറുപടി പറയാൻ തിരുനബിയെ ഈ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. വഇദാ സഅലക ഇബാദി അന്നി, എന്നെ സംബന്ധിച്ച് ചോദിച്ചുകൊണ്ട് എന്റെ അടിമകൾ തങ്ങളെ സമീപിക്കുമ്പോൾ നബിയെ തങ്ങൾ പറയണം, ഫഇന്നി ഖരീബ്, തീർച്ചയായും ഞാൻ അവരുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് നിങ്ങൾ അവരോട് പറയണം തങ്ങളെ. സുബ്ഹാനല്ലാഹ്, ഇതുപോലുള്ള ഒരുപാട് ആയത്തുകൾ ഖുർആനിലുണ്ട്. യസ്അലൂനക അനിൽ അഹില്ലതി, മാസപ്പിറവികളെക്കുറിച്ച്, മാസങ്ങളെക്കുറിച്ച് അവർ നബിയെ തങ്ങളോട് ചോദിക്കും. ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്, ആ സമയത്ത് തങ്ങൾ പറയണം, അത് ജനങ്ങൾക്ക് സമയം നിർണയിക്കാനുള്ള ഉപാധികളാണെന്ന് പറയണം. അതുപോലെ തന്നെ വീണ്ടും മറ്റൊരായത്തിൽ കാണാം, യസ്അലൂനക അനിൽ മഹീളി ഖുൽ ഹുവ അദാ, ആർത്തവരക്തത്തെക്കുറിച്ച് ചോദിച്ച് അവർ തങ്ങളെ സമീപിക്കുമ്പോൾ നബിയെ തങ്ങൾ അവരോട് പറയണം, അത് മാലിന്യമാണ്, അത് വഷളത്തരമാണ്, ആർത്തവമുള്ള സമയത്ത് നിങ്ങൾ സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടരുത് എന്നാണ് ശേഷം പറയുന്നത്. ആ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ പറഞ്ഞു. എന്നതുപോലെ യസ്അലൂനക അനിശ് ശഹ്രിൽ ഹറാം ഖിതാലിൻ ഫീഹി ഖുൽ ഖിതാലുൻ ഫീഹി കബീർ, സമരം ഹറാമാക്കപ്പെട്ട മാസത്തിൽ സമരം ചെയ്യുന്നതിന്റെ വിധി നബിയെ അവർ തങ്ങളോട് ചോദിക്കുമ്പോൾ, സമരം ഹറാമാക്കപ്പെട്ട മാസത്തിൽ സമരം ചെയ്യല് വലിയ തെറ്റാണെന്ന് നബിയെ തങ്ങൾ പറയണം. ഇങ്ങനെ
ഏതൊക്കെ സ്ഥലത്ത് യസ്അലൂനക തങ്ങളോട് ചോദിക്കും, അപ്പോൾ തങ്ങൾ പറയണം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളെക്കുറിച്ച് പറഞ്ഞിടത്തൊക്കെ അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പറയുന്നത് ഖുൽ, നബിയെ തങ്ങൾ ഉടനെ പറയണം. അതിനുള്ള ഉത്തരം പറയണം എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ ഉത്തരം പറയുന്നത്. അതേസമയം ഈ ഒരായത്തിൽ മാത്രം അങ്ങനെയില്ല. വഇദാ സഅലക ഇബാദി, എന്റെ അടിമകൾ അന്നി, എന്നെ സംബന്ധിച്ച് നബിയെ തങ്ങളോട് ചോദിച്ചാൽ ഫഖുൽ ഇന്നി ഖരീബ്, തങ്ങൾ പറയണം ഞാൻ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അങ്ങനെ പറഞ്ഞില്ല, മറിച്ച് ഫഇന്നി ഖരീബ്, അവരങ്ങനെ ചോദിച്ചാൽ ഞാൻ അവരുടെ അടുത്ത് തന്നെ ഉണ്ട്. പറയൂ തങ്ങളെ, ഞാൻ അവരുടെ അടുത്തുണ്ടെന്നല്ല പറഞ്ഞത്. കാരണം എന്താണ്? ഒരടിമ അള്ളാഹുവിനെ അന്വേഷിക്കുമ്പോൾ അതിന്റെ ഉത്തരം പറയാൻ നബി തങ്ങളോട് അള്ളാഹു പറയുമ്പോൾ, പറയൂ നബിയെ, ഞാൻ അവന്റെ അടുത്ത് തന്നെ ഉണ്ട്, അവനെ കേട്ടും അറിഞ്ഞും അവനോട് പ്രതികരിച്ചും അവൻ ഉത്തരം ചെയ്തും അവന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ, പറയൂ എന്ന് പറയുന്ന ഒരു ഗ്യാപ്പ് ഖാലിഖിന്റെയും മഖ്ലൂഖിന്റെയും ഇടയിൽ വരികയാണ്. അത് വരാതിരിക്കാൻ വേണ്ടി അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. എന്ത്? ഫഇന്നി ഖരീബ്, ഫഖുൽ എന്ന ഒരു ഗ്യാപ്പ് പോലും അല്ലാഹു സഹിക്കില്ല. അടിമയുടെയും ഉടമയുടെയും ഇടയിൽ ഒരു ഗ്യാപ്പും വേണ്ടതില്ല. അവരെപ്പം ചോദിച്ചാലും, എവിടുന്ന് ചോദിച്ചാലും, എങ്ങനെ ചോദിച്ചാലും, എത്ര ശബ്ദത്തിൽ ചോദിച്ചാലും, എത്ര ചെറിയ ശബ്ദത്തിൽ ചോദിച്ചാലും എല്ലാം ഫഇന്നി ഖരീബ്, നബിയെ ഞാൻ അവരുടെ തൊട്ടടുത്തുണ്ട് എന്നാണ് അല്ലാഹു തആല ഉണർത്തുന്നത്. ഫഇന്നി ഖരീബ്, അതുകൊണ്ട് ആർത്ത് വിളിച്ചു ചോദിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അവരുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധം ഞാൻ അകലെയല്ല, ദൂരെയല്ല, ഞാൻ അവരുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅൻ, അവരെന്നോട് ചോദിക്കുന്നവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് ഉത്തരം കൊടുക്കും. ചോദിക്കേണ്ട താമസമല്ലേ ഉള്ളൂ, എന്നോട് ചോദിക്കട്ടെ. ആര് ചോദിച്ചാലും ഞാൻ ഉത്തരം ചെയ്യാൻ റെഡിയായി കാത്തു നിൽക്കുകയാണ്. 24 മണിക്കൂറും ഞാൻ അവൈലബിൾ ആണ്. എപ്പോഴും എന്നെ വിളിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉറങ്ങൂല, മയങ്ങൂല. അല്ലാഹു തആല അവന്റെ മറ്റു കർമ്മങ്ങളിൽ നിരതനാവുമ്പോൾ നമ്മെ ആലോചിക്കാനും ശ്രദ്ധിക്കാനും പറ്റാത്തവനല്ല. അതുകൊണ്ട് തന്നെ കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, അല്ലാഹു തആല തിരക്കിട്ട ജോലി നിർവഹണങ്ങളിലാണെന്ന് ഖുർആൻ പറഞ്ഞത് നമ്മൾക്ക് വേണ്ടി 24 മണിക്കൂറും അല്ലാഹു ഒഴിഞ്ഞിരിക്കുന്നു, നമ്മളെ ശ്രദ്ധിക്കാൻ കാത്തിരിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. എന്താണ് ഈ ആയത്തില് ഇനി ശേഷം അല്ലാഹു പറയുന്നത്? അതുകൊണ്ട് അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കാൻ റെഡിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇനി ഒരു ചോദ്യം നമ്മളിൽ നിന്നുയരും. ഓഹോ, അല്ലാഹു ഇത്ര ഒരുങ്ങി നിന്നിട്ട് എപ്പ ചോദിച്ചാലും കൊടുക്കാൻ അടിമക്ക് റെഡിയായി കാത്തു നിന്നിട്ട് ഞാൻ എത്ര കാലമായി എന്റെ രോഗ സങ്കടം പറയുന്നു, ഇതുവരെ സുഖപ്പെട്ടില്ലല്ലോ. എന്റെ മകളെ കെട്ടിക്കാനുണ്ട്, പറഞ്ഞിട്ട് ഇന്നുവരെ കിട്ടിയിട്ടില്ലല്ലോ. എനിക്കൊരു വീട് നിർമ്മിക്കാനുണ്ട്, ഇന്നുവരെ നടന്നിട്ടില്ലല്ലോ. ചോദിച്ചിട്ട് കിട്ടിയില്ലല്ലോ. അതിന് മറുപടിയാണല്ലോ പറയുന്നത്, ഫൽയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി, ഞാൻ അവർക്ക് ഉത്തരം ചെയ്യാൻ റെഡിയാണ്. പക്ഷെ എന്ത് ചെയ്യണം? ഫൽയസ്തജീബൂ ലീ, അവരെനിക്കുത്തരം ചെയ്യട്ടെ. അവരെനിക്കുത്തരം ചെയ്യുകയാണെങ്കിൽ ഞാൻ അവർക്ക് ഉത്തരം ചെയ്യാൻ റെഡിയാണ്. അവരെനിക്കുത്തരം ചെയ്യണം, എങ്കിൽ ഞാൻ അവർക്ക് ഉത്തരം ചെയ്യും. ഇതെന്താ പരിപാടി? അള്ളാഹുവിന് നമ്മൾ ഉത്തരം ചെയ്യുകയെ? അള്ളാഹു നമ്മോട് ദുആ ചെയ്യുന്നുണ്ടോ? അല്ല, അള്ളാഹു നമ്മോട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ കേൾക്കണമെന്നർത്ഥം. അതാണ് അള്ളാഹുവിന് ഉത്തരം ചെയ്യല്. നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, ഖുർആൻ ഓതണം, ഹജ്ജ് ചെയ്യണം, അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം കാര്യങ്ങൾ അള്ളാഹു നമ്മോട് പറഞ്ഞു. അത് ചെയ്യാൻ അവൻ ഒരുക്കമാണോ? എങ്കിൽ ഞാൻ പറഞ്ഞത് അവൻ കേൾക്കുകയാണെങ്കിൽ അവൻ പറഞ്ഞത് ഞാനും കേൾക്കാൻ തയ്യാറാണ്. അതാണ് ആ പറഞ്ഞത്, ഫൽയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി, അവരെനിക്കുത്തരം ചെയ്തു കൊള്ളട്ടെ, എന്നിൽ വിശ്വാസം സുദൃഢമാക്കട്ടെ, എങ്കിൽ ഞാൻ അവർക്ക് നൽകും. പരിശുദ്ധ റമദാൻ മാസത്തിലെ എന്തുകൊണ്ടാണ് ഈ ആയത്ത്, ഇതിന്റെ മുമ്പുള്ള ആയത്ത് റമദാനാണ് ചർച്ച, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഇനി ഈ ആയത്ത് കഴിഞ്ഞ്, ദുആഇന്റെ ആയത്ത് കഴിഞ്ഞ് അടുത്ത ആയത്തും റമദാനാണ്. വഉഹില്ല ലക്കും ലൈലത സിയാമി റഫസു ഇലാ നിസാഇക്കും. ഇങ്ങനെയൊക്കെ ആയിട്ടും മുന്നിലെ ആയത്തും
പിന്നിലെ ആയത്തും ഒക്കെ നോമ്പായിട്ട് ആ നോമ്പുകളുടെ ആയത്തുകൾക്കിടയിൽ ഇദാ സഅലക ഇബാദി എന്ന് പറഞ്ഞ ഈ ആയത്തു ദുആഇനെ അള്ളാഹു എന്തുകൊണ്ട് അവിടെ ഫിറ്റ് ചെയ്തു, അവിടെ എന്തുകൊണ്ട് അത് തിരുകി കയറ്റി? അതിന്റെ മറുപടി ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ പറയുന്നു, അതേ, എന്നും അള്ളാഹുവിനോട് ദുആ ചെയ്യണം, എന്നും അള്ളാഹു അവന്റെ അടിമകൾക്ക് ഉത്തരം നൽകും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, റമളാനിന്റെ ദിനരാത്രങ്ങൾ എന്നും ഇജാബത്തിന്റെ ദിനരാത്രങ്ങളാണെങ്കിലും റമളാനിന്റെ ദിനരാത്രങ്ങൾ സ്പെഷ്യൽ ഇജാബത്തിന്റെ ദിനരാത്രങ്ങളാണ്. മുടക്കല്ല മുഅ്മിനെ, നഷ്ടപ്പെടുത്തല്ല വിശ്വാസി. എന്നോടും നിങ്ങളോടും സഹോദര, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരി, അള്ളാഹു പറയുന്നത് നീ ഇത് മുടക്കല്ല, നീ റമളാനിന്റെ ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്ത്, പടച്ചവനോട് ചോദിക്ക്, അള്ളാഹു നിനക്ക് തരാൻ റെഡിയാണ്. പക്ഷേ ഒരു ചെറിയ ഡിമാൻഡുണ്ട്, വാപ്പയും ഉമ്മയുമായി പിണങ്ങി നിൽക്കരുതെന്ന് നിന്നോട് പറഞ്ഞു, അയൽക്കാരനുമായി പിണങ്ങരുതെന്ന് പറഞ്ഞു, പാവപ്പെട്ടവനോട് നീ സഹകരിക്കണം എന്ന് അള്ളാഹു നിന്നോട് ഓർമ്മപ്പെടുത്തി, ഹറാമ് തിന്നരുത് എന്ന് പറഞ്ഞു, ഹറാമിൽ നിന്നൊക്കെ മാറി നിൽക്കണം എന്ന് പറഞ്ഞു, ഗീബത്തും നമീമത്തും കളവും ഫസാദുമായി നീ ഇതിന്റെ പൊടിപൂരങ്ങളുമായി ജീവിക്കല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് റമളാനിലെ നോമ്പനുഷ്ഠിച്ചിട്ട് പോലും ഗീബത്തിലും നമീമത്തിലും കളവിലും സജീവമാണ്. ഫേസ്ബുക്കിലും വാട്സപ്പിലും സമരം സജീവമാണ്. ആരാന്റെ മാംസം കൊത്തി തിന്നുകയാണ്. പണ്ഡിതനും ആലിമും സയ്യിദും ഒന്നുമില്ല, ഏത് മാംസവും അവന് ദഹിക്കും. സുബ്ഹാനല്ലാഹ്, ആരതും കൊത്തരുത്, ആരെയും തിന്നരുത്, പാവപ്പെട്ട സാധാരണക്കാരന്റേതും അരുത്. ഒന്നും ദഹിക്കാത്ത മാംസമാണ്. പണ്ഡിതന്റേതും സയ്യിദിന്റേതും പ്രത്യേകിച്ചും നല്ലോണം ഓർക്കുന്നത് നല്ലതാണ്. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. അതുപോലെ അയൽക്കാരനോട് റമളാൻ മാസത്തിൽ പോലും പിണങ്ങിക്കഴിയുന്നവർ, റമളാൻ മാസത്തിൽ പോലും ഉളുപ്പില്ലായ്മക്ക് കയ്യും കാലും വെച്ച ചിത്രങ്ങള്, അശ്ലീല ചിത്രങ്ങള് കാണുന്നവർ, അശ്ലീല ചുവയുള്ള വാക്കുകൾ എഴുതുന്നവർ, പോസ്റ്റ് ഇടുന്നവർ, പോസ്റ്റ് ചെയ്യുന്നവർ, അതുപോലെ തന്നെ റമളാനിന്റെ രാത്രികളിൽ പോലും അന്യ സ്ത്രീ പുരുഷന്മാർ കിന്നരിക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാം പെട്ടു. ചുരുക്കി പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പ്, അള്ളാഹു പറഞ്ഞു, ഞാൻ പറഞ്ഞത് അവർ കേൾക്കാൻ തയ്യാറാണെങ്കിൽ അവർ പറഞ്ഞത് കേൾക്കാൻ ഞാനും റെഡിയാണ്. അതുകൊണ്ട് നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്ത് നാം അള്ളാഹുവിനോട് ചോദിക്കുന്നുവെങ്കിൽ ലഅല്ലഹും യർഷുദൂൻ, അവർ റൂട്ടിലെത്തും, അവര് വിവേകമുള്ളവരായി തീരും, അവർ തന്റെ ഇടമുള്ളവരായി തീരും, അവർക്ക് എല്ലാവിധ ഖൈറും നന്മയും ലഭിക്കും. ലഅല്ലഹും യർഷുദൂൻ, അത് കിട്ടണോ, വിവേകികളാവണോ, തന്റെ ഇടമുള്ളവരാവണോ, നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന് അങ്ങോട്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിട്ട് അത് മുന്നിൽ വെച്ച് നീ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇന്ന പ്രതിസന്ധിയുണ്ട്, തീർത്തു തരണം. ഇബ്രാഹിം ഇബ്നു അദ്ഹം ചോദിക്കുന്നു, അത് വാങ്ങിക്കൊടുക്കുന്നു. അങ്ങനെ ഓരോരുത്തരും ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ ആയത്തിന്റെ ആശയത്തിന്റെ വലിപ്പം മനസ്സിലാക്കി എല്ലാവരും ഈ പരിശുദ്ധ റമളാനിലെ ദിനരാത്രങ്ങളിൽ ദുആ ചെയ്യുക. കൂട്ടത്തിൽ ഞാൻ മുമ്പ് ഉണർത്തിയ എന്റെ പ്രിയ ഗുരുവിന് വേണ്ടിയും കൂടെ നിങ്ങളുടെ ദുആയിൽ ഇടം നൽകുക, സാധുവായി എനിക്കിടം നൽകുക. ഞാൻ എന്റെ എളിയ പ്രാർത്ഥനയിൽ നിങ്ങളെയൊക്കെ പങ്കെടുപ്പിക്കാം.